ആണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാൻ, നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സർക്കാരിനെയും CPM-നെയൊക്കെ പ്രതിരോധത്തിലാക്കി ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണ കേസ് പുറത്തു വരുന്നത് വലിയ സമരപരമ്പളൊക്കെ അതിനുശേഷം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ എന്തായാലും കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമായിരുന്നോ ഈ കുടുംബത്തിന്റെ ആവശ്യം? ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെ പ്രതി ചേർക്കണം, കൊലക്കുറ്റം ചുമത്തണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. ആകെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ CBI അന്വേഷണത്തിൽ മാത്രമാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു അനുകൂല നടപടി ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയല്ല ടോം. ആദ്യഘട്ടത്തിൽ തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം അവർ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുമ്പോഴും പ്രധാനമായി ഈ ഡീനിനെതിരെയും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതർക്കെതിരെയും നടപടിയെടുക്കണം, അവരെ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന ആവശ്യമായിരുന്നു ആദ്യഘട്ടം മുതൽ ഈ കുടുംബം മുമ്പോട്ട് വെച്ചിരുന്നത്. അവിടെ കൃത്യമായി ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഡീനിനെതിരെ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യമുണ്ടായി. ഗവർണർ ആ വിഷയത്തിൽ ഇടപെട്ട് നടത്തിയ ഇടപെടലുകൾ വൈസ് ചാൻസലറെ പുറത്താക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഈ കുടുംബം ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴും ഗവർണർ മുമ്പോട്ട് വെച്ചിരുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യമായിരുന്നു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാത്ത ഒരു പശ്ചാത്തലമുണ്ടായതോടെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർച്ചയായ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കലും അതോടൊപ്പം തന്നെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയ്ക്ക് മുമ്പിലും അതോടൊപ്പം നെടുമങ്ങാട് കേന്ദ്രീകരിച്ചുമൊക്കെ നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ABVPയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നു. നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വസതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക്. ഇന്നലെ KSUവിന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് നിന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ലോങ് മാർച്ച് നടന്നു. ഇത് തുടർച്ചയായി ഇത്തരത്തിലൊരു സമരപരമ്പരകളായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് കൃത്യമായി LDF-നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമായി മാറുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹൈക്കോടതി അത്തരമൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന്റെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാനുള്ള ആവശ്യം അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമാണ് എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. മുഖ്യമന്ത്രിയും അന്വേഷണത്തിലെ പുരോഗതി കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇനിയും CBI അന്വേഷണത്തിന്റെ ആവശ്യം ഉണ്ടോ, കാരണം സംസ്ഥാന പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നടത്തുന്ന അന്വേഷണത്തിൽ എന്ത് വീഴ്ചയാണ് ഉള്ളത് എന്ന കാര്യം കുടുംബാംഗങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി കാത്തിരിക്കുകയാണ്. നിലവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 20 പേർ മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് കൂടുതൽ ആരെങ്കിലും CBI വിശദമായി നടത്താൻ പോകുന്ന അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുമോ? അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ആത്മഹത്യയാണോ അതോ ഈ കുടുംബം ഉന്നയിച്ചതുപോലെ ജീവനോടെ കെട്ടിത്തൂക്കിയതാണോ? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ CBI ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന അന്വേഷണം അനിവാര്യമായി മാറുകയും ചെയ്യും. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. CBI അന്വേഷണത്തിൽ നേരറിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറികളുണ്ടായി, പ്രതികളെ സംരക്ഷിക്കാൻ നീക്കമുണ്ടായെന്നൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥിൻ്റെത് ആത്മഹത്യയല്ല, കെട്ടിത്തൂക്കിയതാണെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് CBI അന്വേഷണത്തിൽ ഉത്തരം കണ്ടെത്തും, സത്യം പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്